ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ഇന്ന് നമ്മൾ പ്ലം കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള ആൽക്കഹോളിക് പ്ലം കേക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാവേ. ആദ്യം തന്നെ നമ്മൾ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ട് 1/4 കപ്പ് ഷുഗറാണ് നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് സമയം അത് അങ്ങനെ തന്നെ വെക്കുമ്പോഴേക്കും നല്ലതുപോലെ കാരമലൈസ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതുപോലെ നല്ല രീതിയിൽ മെൽറ്റാക്കി എടുക്കണേ. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ടൊരു ഡാർക്ക് കളർ ആകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇപ്പോൾ ഏകദേശമൊക്കെ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് കളർ ആവരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമ്മളൊരു 1/4 കപ്പോളം വാട്ടർ, നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 കപ്പ് വെള്ളം തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇനി കൂൾ ചെയ്യാനായിട്ട് മാറ്റി വെക്കാവേ. ഇനി നമ്മൾ ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ട് നമ്മളൊരു മിക്സിയിൽ 1/4 കപ്പും 2 ടേബിൾ സ്പൂണോളവും ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് 2 ഏലക്കയും 4 ടീസ്പൂണോളം ഗ്രാമ്പൂ പൊടിച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ ഫൈനാക്കി പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 250 ml കപ്പിൽ 1/4 കപ്പോളം മൈദ എടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനൊരു 1 ഇയർ ആയിട്ട് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ എടുക്കുന്നത്. 2 ടൈപ്പ് റേസിൻസും ടൂട്ടി ഫ്രൂട്ടിയും ഓറഞ്ച് പീലും ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ 1 ഇയർ സോക്ക് ചെയ്തത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ പ്ലം കേക്കിന്. 1 മന്തൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ പ്ലം കേക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. എത്ര നാൾ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ നമ്മുടെ പ്ലം കേക്കിന്. അപ്പോൾ നമ്മളിവിടെ 1/4 കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. 2 മുട്ടയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വാനില എസൻസ് ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഷുഗർ പൊടിച്ച മിക്സിയിലേക്ക് അത് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഷുഗർ പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കറുവാപ്പട്ട പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്, സിന്നമൺ പൗഡർ കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പോളം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. ഇനി നമ്മൾ ആ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഷുഗറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു പ്ലം കേക്കിന് നല്ല കളറ് കിട്ടും കേട്ടോ. ഇനി അത് ഒരു വിസ്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ആ മൈദയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയും ബേക്കിംഗ് പൗഡറും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ആ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ കേക്ക് മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമായിട്ട് ബോട്ടം പോർഷനിൽ മാത്രം വന്ന് കിടക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അത് കിട്ടും കേട്ടോ. ഇനി അതൊരു 6 ഇഞ്ച് കേക്ക് ടിന്നിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്ത ആ ഒരു കേക്ക് ടിന്നിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്ക്യൂർ വെച്ച് ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നട്ട്സും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോഴേക്കും ഈ ഒരു നട്ട്സും ഒക്കെ താഴത്തേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ പ്ലം കേക്കൊക്കെ മേടിക്കുമ്പോഴേക്കും ഇതിന് മുകളിലായിട്ടാണല്ലോ ഈ നട്ട്സൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി അത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പിൽ വെച്ച് 1 അവർ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെയാണ് 1 അവർ കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേറെ എന്ത് കേക്ക് ഉണ്ടാക്കുന്നത് പോലെയല്ല കേട്ടോ, നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോഴേക്കും നല്ല സ്മെല്ലാണ് കേട്ടോ ആ ഒരു ബേക്കിംഗ് ടൈമിൽ. അപ്പോൾ നമുക്ക് ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.